Hi everyone. We're going to start a new one that is data science, privacy, and ethics. It is actually an elective topic, elective subject. Uh, so we will be doing that. So module one പേര് പറയുന്നത് ഡേറ്റ ആൻഡ് റിസ്ക്സ് ആണ്. സോ ഇതിൽ കുറച്ച് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇത് നമുക്ക് പറയുന്നത്. നമ്മൾ ഇതൊക്കെ കവർ ചെയ്യുന്നതായിരിക്കും ഇന്ന്. So let's start from data and risk. That's the first topic. So in today's digital world, data has been one of the most valuable assets. അതായത് ഡേറ്റ എന്ന് പറയുന്നത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. Every action using mobile apps, browsing and internet, making payments, attending online classes, Google searching, generates digital data. നമ്മൾ എടുക്കുന്ന എല്ലാ ആക്ഷൻസും എന്തിന് റിസൾട്ട് ചെയ്യുന്നുണ്ട്? ഡിജിറ്റൽ ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓർഗനൈസേഷൻസ് കളക്ട് ദിസ് ഡേറ്റ. എന്തിനാ ഓർഗനൈസേഷൻസ് ഡേറ്റ കളക്ട് ചെയ്യണം? അവരുടെ സർവീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് തരാൻ വേണ്ടിയിട്ട്, ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, അവരുടെ AI മോഡൽസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ സെക്യൂരിറ്റി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമ്മുടെ യൂസറിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷൻസ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, however data, the more data we collect, the greater the risk. നമ്മൾ എന്തോരം ഡേറ്റ കളക്ട് ചെയ്യുന്നു അത്രത്തോളം റിസ്ക് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടും, മിസ്യൂസ് ഉണ്ടാവും, മാനിപ്പുലേഷൻ ഉണ്ടാവും, ഡിസ്ക്രിമിനേഷന് കാരണമാവാം, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഹാംസ് നമുക്ക് ഉണ്ടാവാം. ദിസ് ടോപ്പിക് എക്സ്പ്ലെയിൻസ് ഹൗ ഡേറ്റ ക്യാൻ ബി ക്രിയേറ്റ് റിസ്ക്. എങ്ങനെ നമുക്ക് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത് നമുക്ക് റിസ്കുകൾ ഉണ്ടാക്കാം, അതേപോലെ തന്നെ നമുക്ക് ഈ റിസ്കുകൾ എങ്ങനെ റെസ്പോൺസിബിളി മാനേജ് ചെയ്യാൻ പറ്റും. ഈ ദ മാനേജ്മെൻറ്റ് ഓഫ് ഡേറ്റ ഫ്രം ഇറ്റ്സ് ആക്സസിബിലിറ്റി ടു ഇറ്റ്സ് ഡിസ്പോസൽ ഈസ് ക്രിട്ടിക്കൽ ഇൻ AI systems, especially considering the potential for risk, harms and ethical breaches. ഈ ഡേറ്റ മാനേജ്മെൻറ്റ്, അതായത് അതിനെ ആക്സസ് ചെയ്യുന്ന ടൈം തൊട്ട് അതിനെ നശിപ്പിച്ച് കളയുന്ന വരെയുള്ളത് എന്ന് പറയുന്നത് AI സിസ്റ്റത്തിന് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയമാണ്. ഓക്കെ, അത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അതിൻ്റെ റിസ്കുകളും അതിൻ്റെ ഹാമുകളും അതിലുണ്ടാവുന്ന എത്തിക്കൽ ബ്രീച്ചസ് ഒക്കെ കാരണം കൊണ്ടാണ് ഈ പ്രശ്നത്തിനെ പറ്റിയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, സോ നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് പോവാണ്. ദാറ്റ് ഈസ് ഡേറ്റ ആക്സസ് ആൻഡ് ഡേറ്റ അനലിറ്റിക്സ്. സോ ഇതിൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഡേറ്റ ആക്സസ് എന്താണെന്ന് പറയാം. ഡേറ്റ ആക്സസ് refers to the ability to retrieve, read or use data stored in systems, devices and networks. സോ ഡേറ്റ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റിയാണ്. എന്ത്? നമുക്ക് റിട്രീവ് ചെയ്യാൻ, റീഡ് ചെയ്യാൻ, ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റനെ റിട്രീവ് ചെയ്യുക, റീഡ് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലോ ഡിവൈസിലോ നെറ്റ്വർക്കിലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡേറ്റ ആക്സസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ പൊളിറ്റിക്സ്, പ്രൈവസി, സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് ആൻഡ് ലീഗൽ കംപ്ലയൻസസ്. പോളിസീസ്, അതേപോലെ തന്നെ സെക്യൂരിറ്റി പ്രോട്ടോകോൾസ്, ലീഗൽ കംപ്ലയൻസസ് ഒക്കെ ഇതിൽ ഗവേൺ ചെയ്ത് പറഞ്ഞ ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം. എ ബാങ്ക് എംപ്ലോയി ആക്സസിങ് യുവർ അക്കൗണ്ട് ഡീറ്റെയിൽസ്. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒബ്വിയസ്ലി ആർക്ക്? ബാങ്ക് എംപ്ലോയിക്ക് നോക്കാൻ പറ്റുമല്ലേ? അതെന്താ? അവർക്ക് അതിനുള്ള ആക്സസ് കൊടുത്തേക്കണ കാരണം കൊണ്ടാണ്. അവർ മിസ്യൂസ് ചെയ്യില്ല, അവർക്കത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിൽ കൊടുത്തേക്കുന്ന കാരണം കൊണ്ടാണ്. അതേപോലെ തന്നെ എ കോളേജ് സിസ്റ്റം ഷോയിങ് അറ്റൻഡൻസ്. അവർക്ക് എന്താ? ഈ കോളേജിലത്തെ ആൾക്കാർക്ക്, ഫാക്കൽറ്റീസിന്, അതേപോലെ തന്നെ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അവർക്ക് ആക്സസ് ഉണ്ട്, പക്ഷെ നമുക്ക് പറ്റും, വേറെ കുട്ടികളുടെ നോക്കാൻ പറ്റില്ല. ഗൂഗിൾ ആക്സസിങ് യുവർ ലൊക്കേഷൻ ഫ്രം യുവർ ഫോൺ. നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡേറ്റ, ബെറ്റർ ആയിട്ടുള്ള റെഫറൻസസ് തരാൻ വേണ്ടിയിട്ട്
നമുക്ക് ബെറ്റർ ഇൻഫോർമേഷൻസ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ എന്ത് ചെയ്യും? നമ്മുടെ ലൊക്കേഷൻസ് എടുക്കും. അത് അവർക്ക് നമ്മൾ ആക്സസ് കൊടുക്കേണ്ടതാണ്. നമ്മൾ എന്താണ് കൺസെന്റ്, യു ക്യാൻ ടേക്ക് മൈ കറന്റ് ലൊക്കേഷൻ പറഞ്ഞ് കൊടുക്കുന്ന നേരം കൊണ്ടാണ് അവർക്കത് കിട്ടുന്നത്, റൈറ്റ്? അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ്, ഒബ്വിയസ്ലി ഡോക്ടേഴ്സിന് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് ചെക്ക് ചെയ്യണമല്ലോ. സോ അത് അവർക്ക് നോക്കാൻ പറ്റും, അതുകൊണ്ടാണ്. ഓക്കെ, ഡേറ്റ ആക്സസ് ഇസ് കൺട്രോൾ ബേസ്ഡ് ഓൺ ഹൂ ഇസ് റിക്വസ്റ്റിംഗ്. ആരാണ് റിക്വസ്റ്റ് ചെയ്യണത്, എന്തിനാണ് അവർക്ക് അതിൻ്റെ ആവശ്യം, എന്താണ്, എന്ത് ലെവൽ ഓഫ് ആക്സസ് ആണ് അവർക്കുള്ളത്. ഈ ലെവൽ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ സ്റ്റുഡൻ്റ് ഉണ്ട് നിൽക്കുക. അപ്പോൾ ഈ സ്റ്റുഡൻറ്റിന് എന്തൊക്കെയാണ് നോക്കാൻ പറ്റുക? അറ്റൻഡൻസ് നോക്കാം, മാർക്ക് നോക്കാം, അതായത് റാങ്ക് നോക്കാം. അവരുടെ സ്വന്തം റാങ്കേ നോക്കാൻ പറ്റുള്ളൂ. അടുത്ത ലെവൽ എന്താ? ടീച്ചേഴ്സ് അല്ലേ? ടീച്ചേഴ്സിൻ്റെ ഇതെന്താ? അവർക്ക് നമ്മുടെ മാർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ അറ്റൻഡൻസ് കയറ്റാനും കുറക്കാനൊക്കെ പറ്റും. പിന്നെ ഫാക്കൽറ്റീസ് ഉണ്ടല്ലേ, ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ മാനേജ്മെന്റ്. ഈ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ എന്താ? അവർക്ക് ടെസ്റ്റിലേക്ക് എന്താ? കുട്ടികളുടെ അറ്റൻഡൻസിന്റെ ഓവറോൾ കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരത് യൂസ് ചെയ്യും അല്ലേ? അതായത് ടീച്ചേഴ്സിന്റെ ഡാറ്റയെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അവർക്ക് സ്റ്റുഡൻസിന്റെ ഡാറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ടീച്ചേഴ്സിനോ സ്റ്റുഡൻറ്റിന്റെ ഡാറ്റ മാത്രമല്ലേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റുഡൻസിനോ അവരുടെ തന്നെ ഡാറ്റയിലേ നോക്കാൻ പറ്റുള്ളൂ. ഇതാണ് എന്ത് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് കേട്ടോ. ഇതിനെയാണ് എന്ത് പറയണത്? ആക്സസ് കൺട്രോൾ എന്ന് പറയണത്. ആക്സസ് കൺട്രോൾ യൂഷ്വലി മീൻസ് ഫോളോയിങ് കൺസെപ്റ്റ്. ആക്സസ് കൺട്രോളിന്റെ അടിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ഒത്തൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, സോ ബി കെയർഫുൾ. ഓക്കെ, സോ ആദ്യം ഒത്തൻറ്റിക്കേഷൻ എന്താ പറഞ്ഞത്? ഒത്തൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈങ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ യൂസർ. അതായത് യൂസറിൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാനുള്ളതാണ്. പാസ്വേഡ്, ബയോമെട്രിക്സ് ഒക്കെ ഇതിൽ വരുന്നതാണ്. ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫൈനിങ് വാട്ട് ദ ഒത്തൻറ്റിക്കേറ്റഡ് യൂസർ ക്യാൻ ഡു വിത്ത് ദ ഡേറ്റ. അതായത് നമ്മൾക്ക് ഒത്തൻറ്റിക്കേറ്റഡ് യൂസറിന് എന്താണ് ചെയ്യാൻ പറ്റുക, വാട്ട് ദേ ക്യാൻ ഡു. അതായത് റീഡ് ഓൺലി, അല്ലെങ്കിൽ റീഡ് ഓർ റൈറ്റ്, ഡിലീറ്റ് ചെയ്യാൻ എന്നുള്ളതൊക്കെ. ദിസ് ഈസ് ഓഫൻ എന്താണ്? റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ ആണ്. എന്താണ്? റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ ആണ് ഇത് എന്ന് പറയുന്നത്. സോ ഒത്തൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഒത്തൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് ആരാണ്, who is using it, and authorization എന്ന് പറയുന്നത് what can they do. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഓക്കെ, സോ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഡേറ്റ സോഴ്സിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ എവിടെന്നെങ്കിലും ഒരു സോഴ്സ് ഉണ്ടാവില്ലേ, അതിനെ പറ്റിയിട്ടാണ് നമ്മളിനി പറയുന്നത്. സോ ഡേറ്റ ഓഫൻ കംസ് ഫ്രം ഡൈവേഴ്സ് സോഴ്സസ്. അതായത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സസ് അല്ലെങ്കിൽ എന്ത് വരും? ഡേറ്റ വരും അല്ലേ? സോ അത് വി ആർ ഗോണ ഡു ദാറ്റ് ഫസ്റ്റ്. സോ ആദ്യത്തെ പറയുന്നത് ഇന്റേണൽ ഡേറ്റാബേസ് ആണ്. ഓക്കെ, അതായത് CRM, ഓപ്പറേഷണൽ ഡേറ്റ സോഴ്സസ്. CRM ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. CRM, അതേപോലെ തന്നെ ഓപ്പറേഷണൽ ഡേറ്റ സ്റ്റോഴ്സ്, ഇതൊക്കെ ഇന്റേണൽ ഡേറ്റാബേസിൻ്റെ എക്സാമ്പിളാണ്. ഇതേപോലെ ഉള്ള വേറൊരു സോഴ്സാണ് എന്ത്? എക്സ്റ്റേണൽ ഡേറ്റ. എക്സ്റ്റേണൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്ന് പറയുന്നത് തേർഡ് പാർട്ടി APIs ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാ സെറ്റ്സ് ആയിരിക്കാം. വെബ് സ്ക്രാപ്പിംഗ് മസ്റ്റ് കംപ്ലൈ വിത്ത് terms of services and legal regulations. ഓക്കെ, വെബ് സ്ക്രാപ്പിംഗ് ആയിരിക്കാം, വെബിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം. ഇതൊക്കെയാണ് എന്ത്? രണ്ടാമത് വരുന്നത്, ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ഡേറ്റ. ഓക്കെ, മൂന്നാമത്തത് സ്ട്രീമിംഗ് ഡേറ്റ. സ്ട്രീമിംഗ് ഡേറ്റ എന്ന് പറഞ്ഞാൽ റിയൽ ടൈം ആയിട്ട് വരുന്നതിനെയാണ് പറയുന്നത്. അതായത് ഇപ്പോൾ IoT സെൻസേഴ്സ്, സോഷ്യൽ മീഡിയ ഫീഡ്സ് ഒക്കെ ഇതിൽ വരുന്നത്. ഓക്കെ, സോ എന്താണ് ഡേറ്റ സോഴ്സസ്? ഡിഫറെൻറ്റ് ഡേറ്റ സോഴ്സസ് മൂന്നെണ്ണാണുള്ളത്: ഇന്റേണൽ, എക്സ്റ്റേണൽ. ഇന്റേണൽ ഡേറ്റാബേസ്, എക്സ്റ്റേണൽ ഡേറ്റ
ആൻഡ് അവസാനത്തെ പറയുന്നത് സ്ട്രീമിംഗ് ഡേറ്റ. സ്ട്രീമിംഗ് ഡേറ്റ പറഞ്ഞാൽ എന്താ, റിയൽ ടൈം ആയിട്ട് കിട്ടുന്നത്. എക്സ്റ്റേണൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ പബ്ലിക്ലി അവൈലബിൾ ഡേറ്റ സെറ്റ്സ്, വെബ് സ്ക്രാപ്പിംഗ്സ്, അതേപോലെ തന്നെ തേർഡ് പാർട്ടി APIs. ഇന്റേണൽ ഡേറ്റ ബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CRM, അതേപോലെ തന്നെ ഓപ്പറേഷണൽ ഡേറ്റ സ്റ്റോഴ്സ് ഒക്കെ അതിൽ വരുന്നതാണ്. അടുത്തതാണ് എന്താണ്, ആക്സസ് പ്രോട്ടോകോൾ. നമുക്കൊരു സാധനം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർട്ടിക്കുലർ പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കും. സോ സെക്യൂർ മെത്തേഡ്സ് ഫോർ ട്രാൻസ്ഫറിങ് ആൻഡ് ആക്സസിങ് ഡേറ്റ, അതിനെയാണ് എന്ത് പറയുന്നത്, പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഡേറ്റനെ ട്രാൻസ്ഫർ ചെയ്യാനും ആക്സസ് ചെയ്യാനും ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള മെത്തേഡ്സിനെയാണ് എന്ത് പറയുന്നത്, ആക്സസ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ഡേറ്റ ആക്സസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നേരെ ചൊവ്വയുള്ള ഡേറ്റ ആക്സസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ പെർഫോം ഡ്യൂട്ടീസ്. അതായത് ഇപ്പോൾ ഡോക്ടേഴ്സിനായാലും ടീച്ചേഴ്സിനായാലും അഡ്മിനിസ്ട്രേറ്റീവിനായാലും പ്രോപ്പറായിട്ട് അവരുടെ ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റും. അതിൽ എന്താ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സെക്യൂരിറ്റി ബ്രീച്ചസ് കുറയ്ക്കാൻ പറ്റും, യൂസേഴ്സിൻ്റെ പ്രൈവസി കൂട്ടാൻ പറ്റും, പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെയാണ്. സോ ഇതിൽ ഈ ഡേറ്റ ആക്സസിൻ്റെ അണ്ടറിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഡേറ്റ ആക്സസ് എന്ന് പറയുന്നത് നമുക്ക് റിട്രീവ് ചെയ്യാൻ, ഡേറ്റ റിട്രീവ് ചെയ്യുക, റീഡ് ചെയ്യുക, യൂസ് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് പറയുന്നത്. പിന്നെ പറഞ്ഞത് ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യണേ, പോളിസീസ് ഉണ്ടായിരിക്കും, സെക്യൂരിറ്റി പോൾസ് ഉണ്ടായിരിക്കും, ലീഗൽ കംപ്ലയൻസസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് ബാങ്ക് എംപ്ലോയി നമ്മുടെ അക്കൗണ്ട് നോക്കുന്നത്, ഹോസ്പിറ്റൽസ് മെഡിക്കൽ റെക്കോർഡ്സ് ഡോക്ടേഴ്സിനെ നോക്കാൻ പറ്റുന്നത്, കോളേജസ് നമ്മുടെ അറ്റൻഡൻസ് നോക്കുന്നത്, അതേപോലെ തന്നെ ഗൂഗിൾ നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യണത്, അതാണ് പറഞ്ഞത്. ഇനി ഡേറ്റ ആക്സസ് എന്ന് പറയുന്നത് ഹൂ വാസ് റിക്വസ്റ്റഡ്, വൈ ദേ നീഡഡ്, വാട്ട് ലെവൽ ഓഫ് ആക്സസ് ദേ ഹാവ്, അത് നോക്കിക്കോളൂ. ഇതിനെ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് എന്ത്, ആക്സസ് കൺട്രോൾ എന്ന്. ആൻഡ് ഇതെന്ന് പറയുന്നത് രണ്ട് മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ രണ്ടെണ്ണം മീറ്റ് ചെയ്താലാണ് ആക്സസ് കൺട്രോൾ നേരെ നടക്കുന്നത്. ദാറ്റ് ഈസ് ഒതന്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ. സോ ഇതിൽ അതിൽ ഇത് വരുന്നതാണ്. ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത് ആർക്കാണ്, യൂസറിനെ മനസ്സിലാക്കുക ആദ്യം. എക്സാമ്പിൾ എന്താണ്, പാസ്വേഡ്, ബയോമെട്രിക്സ്. ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ക്യാൻ ദേ ഡു, അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് റീഡ് ഓൺലി, റീഡ് ഓർ റൈറ്റ്, ഡിലീഷൻ. ഇതെന്ന് പറയുന്നത് എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നത്, റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോളാണ് വരുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞത് ഡേറ്റ സോഴ്സസിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേറ്റ സോഴ്സസ് ഉണ്ട്. അത് 3 ടൈപ്പാണുള്ളത്. ഇൻറ്റേർണൽ ഡേറ്റാ ബേസ്, എക്സ്റ്റേർണൽ ഡേറ്റ, സ്ട്രീമിംഗ് ഡേറ്റ. ഇൻറ്റേർണൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷണൽ ഡേറ്റ സ്റ്റോഴ്സ് അല്ലെങ്കിൽ CRM ഇതിൽ വരുന്നതാണ്. പിന്നെ എക്സ്റ്റേർണൽ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് ഡേറ്റ സെറ്റ്, വെബ് സ്ക്രാപ്പിംഗ്, APIs, തേർഡ് പാർട്ടി APIs ഒക്കെ അതിൽ വരുന്നതാണ്. പിന്നെ ഡേറ്റ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ റിയൽ ടൈം ആയിട്ടുള്ള ഡേറ്റയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ആക്സസ് പ്രോട്ടോക്കോൾ ആണ്. നമുക്ക് സെക്യൂർ ആയിട്ട് ഡേറ്റനെ ട്രാൻസ്ഫർ ചെയ്യാനും അതേപോലെ തന്നെ ആക്സസ് ചെയ്യാനും പറ്റുന്നതിനെയാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് പ്രോപ്പർ ആക്സസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അവരുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാനും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസ് പ്രിവെൻറ്റ് ചെയ്യാനും സെക്യൂരിറ്റി ബ്രീച്ചസ് കുറയ്ക്കാനും യൂസേഴ്സിൻ്റെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്യണത്. സോ നമ്മുടെ അടുത്ത ടോപ്പിക്, അതായത് ഇതിലെ രണ്ടാമത്തെ ഭാഗമാണ്. നമ്മൾ ഡേറ്റ ആക്സസ് കഴിഞ്ഞു. നമ്മളൊരു ഡേറ്റ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം അല്ലേ. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ബിഫോർ മോഡൽ ബിൽഡിംഗ് ത്രൂ exploratory data analysis is essential to understand the data's characteristics and inheritance risk. നമ്മൾ മോഡൽ ബിൽഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്, എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റേൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അവരുടെ ഇൻഹെറിറ്റൻസ് റിസ്ക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ EDA എന്ന് പറഞ്ഞിട്ടുള്ള സാധനം യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഡേറ്റ അനാലിസിസ് ഇൻവോൾവ്സ് പ്രോസസ്സിങ് ഉണ്ടായിരിക്കും, ഡേറ്റേനെ എക്സാമിനിങ് ചെയ്യാണ്. ഇതെന്താ ചെയ്യണേ,
ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാറ്റേൺസ്, ഇൻസൈറ്റ്സ്, നമുക്ക് ആ ഡേറ്റയിൽ നമുക്ക് എന്ത് കൺക്ലൂഷൻസ് കിട്ടും എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ അനാലിസിസ് ചെയ്യണത്. ഡേറ്റ അനാലിസിസിൽ എന്താ ഇൻക്ലൂഡ് ചെയ്യണേ? പ്രോസസ്സിങ്ങും എക്സാമിനിങ് ഓഫ് ഡേറ്റയും. അത് എന്തിനാ ചെയ്യണേ? അതിൻ്റെ ഇൻസൈറ്റ്സും പാറ്റേൺസും കൺക്ലൂഷൻസും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഡേറ്റ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പെർട്ടിക്കുലർ സ്റ്റെപ്സ് ഉണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആദ്യത്തേന്ന് പറയുന്നത് എന്താണ്? ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റോ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യും അല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? പ്രീ പ്രോസസ്സിങ് ചെയ്യും. പ്രീ പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ ക്ലീൻ ചെയ്തെടുക്കും, ഇൻകറക്റ്റ് ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ആക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമ്മൾ ഇത് ചെയ്യും, ദാറ്റ് ഈസ് എക്സ്പ്ലോറേഷൻ. നമ്മൾ പാറ്റേൺസ് കണ്ടുപിടിക്കാം. പ്രീ പ്രോസസ്സിങ്ങും എക്സ്പ്ലോറേഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മോഡൽ ഉണ്ടാക്കും അല്ലേ? യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് നമ്മൾ മോഡൽ ജനറേറ്റ് ചെയ്യും. അതിനുശേഷമാണ് ഇൻ്റർപ്രിട്ടേഷൻ, അതായത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് അതൊന്നും നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. സോ 5 എണ്ണമാണ്. ആദ്യത്തെ ഡേറ്റ കളക്ഷൻ, പ്രീ പ്രോസസ്സിംഗ്, എക്സ്പ്ലോറേഷൻ, പിന്നെ മോഡലിംഗ്, പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ. ഒരു എക്സാമ്പിൾ പറയണം. ഒരു ഹോസ്പിറ്റല് 5 വർഷത്തെ അവരുടെ പേഷ്യൻസിൻ്റെ MRI സ്കാൻസ് എന്ത് ചെയ്യാണ്? ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എന്തിനത് ചെക്ക് ചെയ്യണേ? ഈ ഡിസീസ് പ്രോഗ്രഷൻ ഡിറ്റക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഫ്യൂച്ചർ റിസ്ക് പ്രിഡിക്റ്റ് ചെയ്യാനോ അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഈ ഹോസ്പിറ്റൽ ഇത് ചെയ്യണത്. ഓക്കെ, ഡേറ്റ അനാലിറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതേപോലെ തന്നെ ഇത് എന്താണെന്നും മനസ്സിലായോ? ഓക്കെ, സോ ഇതിൽ നമ്മൾ ഡേറ്റ ആക്സസിനെ പറ്റി പറഞ്ഞു, നമ്മൾ ഡേറ്റ അനാലിറ്റിക്സിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് എന്താ? റിസ്ക്സ് ഇൻ ഡേറ്റ ആൻഡ് റിസ്ക് മിറ്റിഗേഷൻ. നമുക്ക് എന്തൊക്കെ റിസ്ക് വരും, എന്തൊക്കെ നമുക്ക് ഇത് മാറ്റാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, when data is collected, stored or analyzed, different type of risk arises. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴും സ്റ്റോർ ചെയ്യുമ്പോഴും അനലൈസ് ചെയ്യുമ്പോഴും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്സ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അത് ഈ റിസ്ക് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യണേ എന്നുള്ളത്. സെൻസിറ്റീവ് ഡേറ്റയാണോ? എങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? ആർക്കൊക്കെ ഈ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ഈ ഡേറ്റ യൂസ് ചെയ്യണത്? എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ്? സെൻസിറ്റീവ് ഡേറ്റയാണോ? എങ്ങനെയാണോ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? ആർക്കാണോ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? ആർക്കൊക്കെ ഇത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാൻ പോണേ എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യം. ഓക്കെ ആണോ? ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോണത് എന്തൊക്കെ ടൈപ്സ് ഓഫ് റിസ്കുകളാണ് ഉള്ളത് എന്നാണ്. ഓക്കെ, ആദ്യത്തെ എന്ന് പറയുന്നത് പ്രൈവസി റിസ്ക് ആണ്. occurs when a person's personal details become exposed intentionally or accidentally. ഈ പ്രൈവസി റിസ്ക് എപ്പോഴാണ് ഉണ്ടാവണേ? എപ്പോഴാണോ ഒരു പേഴ്സൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എക്സ്പോസ് ആവുന്നത്. അതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആക്സിഡൻ്റലി ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻറ്റൻഷനലി ആയിരിക്കാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആധാർ നമ്പർ, ഫോൺ നമ്പർ, അഡ്രസ്സ് ഒക്കെ ലീക്കായി ഓൺലൈനിൽ ലീക്ക് ആവുക. അതേപോലെ തന്നെ നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ഫോൾഡറിൽ ഉള്ളത് ഫോട്ടോസും അപ്ലോഡ് ആവുക ബൈ മിസ്റ്റേക്ക് ആയിരിക്കാം. ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസിൽ വരുന്നതാണ്. ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ പ്രൈവസി നമ്മുടെ പോവും, സൈക്കോളജിക്കൽ സ്ട്രെസ്സസ് ഉണ്ടായിരിക്കാം, നമ്മുടെ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഉണ്ടാവാം, അതേപോലെ തന്നെ എംബാരസ്മെൻ്റ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ. ഓക്കെ, ഇതൊക്കെയാണ് പ്രൈവസി റിസ്കിൽ വരുന്ന കാര്യങ്ങൾ. അടുത്തത് എന്ന് പറയുന്നത് സെക്യൂരിറ്റി റിസ്ക് ആണ്. ഇതെന്ന് പറയുന്നത് എപ്പോഴാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ സ്റ്റോൾ ആവേ, അതായത് ഡാമേജ് ആവേ അല്ലെങ്കിൽ ഹാക്ക് ആവുമ്പോഴാണ് സെക്യൂരിറ്റി റിസ്കുകൾ ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹാക്കേഴ്സ് നമ്മുടെ ATM അല്ലെങ്കിൽ UPI ബാങ്കിങ് ഇൻഫർമേഷൻസ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്,
അതേപോലെ തന്നെ റാൻഡംസ്വെയർ എൻക്രിപ്ഷൻസ്, അതായത് ഇതെന്ന് പറയുന്നത് എന്താ, മറ്റേ ഇതാണല്ലേ, സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അത്. നമ്മുടെ ഹോസ്പിറ്റൽ ഡേറ്റയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഡേറ്റ നമ്മുടെ കയ്യിൽ നിന്ന് പോവല്ലേ. അതേപോലെ തന്നെ നമ്മുടെ പാസ്വേഡ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റാൻഡം ആയിട്ട് നമുക്ക് ഫിഷിംഗ് അറ്റാക്സ് ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി റിസ്ക്സ് വരും അല്ലേ. ഇത് കാരണം കൊണ്ട് നമുക്ക് പൈസ നഷ്ടപ്പെടാം, ബ്ലാക്ക് മെയിൽ ചെയ്യാം നമ്മുടെ ഡീറ്റെയിൽസ് വേണം, നമുക്ക് ഇത് പൈസ തന്നില്ലെങ്കിൽ തരില്ല പറഞ്ഞത്. അതേപോലെ തന്നെ ഫ്രോഡ്സ് ഉണ്ടാവാം. അടുത്തത് മിസ്യൂസ് റിസ്ക്സ്. Data collected for one purpose is used for another without consent. കൺസെന്റ് ഇല്ലാണ്ട് ഒരു ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തത് വേറൊരു ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് മിസ്യൂസ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫിറ്റ്നസ് ആപ്സ് നമ്മുടെ ഹെൽത്ത് ഡേറ്റ ഇൻഷുറൻസ് കമ്പനീസിന് വിൽക്കുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് അതെന്ന് പറയുന്നത് നമ്മൾ കൊടുത്തത് എന്തിനാ, ഫിറ്റ്നസിന്റെ ആപ്പിന് വേണ്ടിയിട്ടാണ് അല്ലേ. അത് എന്തിനാണ് ഇൻഷുറൻസ് കമ്പനീസിന് കൊടുക്കണേ, അതിൻ്റെ ആവശ്യമില്ല അല്ലേ. അതേപോലെ തന്നെ ഷോപ്പിംഗ് സൈറ്റ്സ് യൂസിങ് ബ്രൗസിംഗ് ഹിസ്റ്ററി ഫോർ പൊളിറ്റിക്കൽ അഡ്വർടൈസിങ്. അതായത് നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന സൈറ്റ്സിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് കിട്ടും അല്ലേ. അത് വെച്ചിട്ട് പൊളിറ്റിക്കൽ അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടി ഡേറ്റ കൊടുക്കാൻ പാടില്ല. ഇത് എന്താ പ്രശ്നം ഉണ്ടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രസ്റ്റ് പോകും. ദിസ് ഇസ് ദ മെയിൻ തിങ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് അൺഎത്തിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ കൊടുത്ത ഡേറ്റ വേറൊരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്താൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, മിസ്യൂസ് റിസ്ക്. അതാണ് അടുത്തതെന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ റിസ്ക്. ഡിസ്ക്രിമിനേഷൻ റിസ്ക് അല്ലെങ്കിൽ ഫെയർനെസ് റിസ്ക് എന്ന് പറയും. അതായത് ബയസ്ഡ് ആയിട്ടുള്ള ഡേറ്റ ഇൻ AI and ML system causes unfair treatment of individuals അല്ലെങ്കിൽ ഗ്രൂപ്പ്. അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോ ഉണ്ടാവുന്നതിനെയാണ്. അതായത് തെറ്റായി ബയസ്ഡ് ആയിട്ടുള്ള ഡേറ്റ കൊടുക്കുമ്പോൾ AML സിസ്റ്റംസ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, അത് അൺഫെയർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങും. അതായത് AI റിജക്റ്റിംഗ് ജോബ് അപ്ലിക്കേഷൻ ഫ്രം വുമൻ ഡ്യൂ ടു ബയസ്ഡ് ഡേറ്റ. അതായത് ഇയേഴ്സ് ഓഫ്, അതായത് പണ്ട് കാലങ്ങളിൽ men were prefer, അതായത് ബാക്കി വുമൻസ് യൂസ് ടു സ്റ്റേ ഇൻ ഹോം. ഓക്കെ, വീട്ടിൽ നിന്നിരുന്ന കാരണം കൊണ്ട് വർഷങ്ങളായിട്ട് എന്താണ് മെന്നിനാണ് കൂടുതൽ വർക്ക് ചെയ്തിരുന്നത്. സോ വാട്ട് ഹാപ്പൻസ്, AI എന്ന് പറയുന്നത് വാട്ട് ഇറ്റ് ആഫ്റ്റർ ട്രെയിനിങ് ഇറ്റ് തോട്ട് ലൈക്ക് മെൻ ആർ ബെറ്റർ ദാൻ വുമൻ. ഓക്കെ, സോ വാട്ട് ഹാപ്പൻഡ്, AI അങ്ങനെ വിചാരിച്ച കാരണം കൊണ്ട് വുമൻസിന്റെ ആപ്ലിക്കേഷൻ മൊത്തം റിജക്റ്റ് ആക്കി വിട്ടു, മെന്നിനെ മാത്രം ചൂസ് ചെയ്തു. ഓക്കെ, ഇതാണ് ബയസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അത് കാരണം കൊണ്ട് ജോബ് അപ്ലിക്കേഷൻസ് മൊത്തം വുമൻസിന്റെ റിജക്റ്റ് ആയിപ്പോയി. സോ അത് ഉണ്ടാവാൻ പാടുമോ, ഇല്ല അല്ലേ. വുമൻ ഷുഡ് ഓൾസോ ഗെറ്റ് ഇറ്റ്. ലോൺ അപ്രൂവൽ സിസ്റ്റം റിജക്റ്റിംഗ് അപ്ലയൻസസ് വിത്ത് സർട്ടൺ പിൻകോഡ്സ്. അതായത് ചില പിൻകോഡിൽ നിന്നുള്ളതിന് എല്ലാ ലോൺ അപ്ലിക്കേഷൻസും എന്താണ് റിജക്റ്റ് ആയിപ്പോയി. സോ എന്താണ്, അവർക്ക് ലോൺ കിട്ടില്ല അല്ലേ. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇതുകൊണ്ടുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും, അൺഫെയർ ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ടാവും, സോഷ്യൽ ഇൻജസ്റ്റിസ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് അൺഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും സോഷ്യൽ ഇൻജസ്റ്റിസും അതേപോലെ തന്നെ അൺഫെയർ ആയിട്ടുള്ള ഔട്ട്കംസും ഉണ്ടാവും. റെപ്യൂട്ടേഷണൽ റിസ്ക് ആണ് അടുത്തത്. റെപ്യൂട്ടേഷണൽ റിസ്ക് എന്ന് പറയുന്നത് റോങ് ആൻഡ് ഔട്ട്ഡേറ്റഡ് ഡേറ്റ കംസ് someone's reputation. റോങ് ആൻഡ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഹാംസ്, അതായത് അവരുടെ റെപ്യൂട്ടേഷൻ നശിക്കും. ഓക്കെ, തെറ്റായിട്ടുള്ള ഡേറ്റ കാരണമുണ്ട്. അതായത് ഇപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്. ഒരാൾക്ക് HIV ഇല്ല, പക്ഷെ HIV ഉണ്ട് പറഞ്ഞിട്ട് എന്താ റിപ്പോർട്ട് വന്ന അയാൾക്ക് റെപ്യൂട്ടേഷൻ പോവില്ലേ, അതാണ് സംഭവം. ഫോൾസ് ആയിട്ടുള്ള ക്രിമിനൽ റെക്കോർഡ്സ്, ഒരു കുറ്റം ചെയ്യാത്ത ഒരാൾക്ക് എന്താണ് ഇയാളൊരാളെ കൊന്നു പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അതേപോലെ ഇൻകറക്റ്റ് അറ്റൻഡൻസ് അല്ലെങ്കിൽ ഗ്രേഡ്. ഒരു കുട്ടി ഡെയിലി ക്ലാസ് ചെയ്യാൻ വന്നിട്ട് ആ കുട്ടിക്ക് അറ്റൻഡൻസ് വരുന്നത് 60%, എക്സാം എഴുതാൻ പറ്റുമോ. ഇതൊക്കെയാണ് എന്താണ് തെറ്റായിട്ടുള്ള ഡേറ്റ നമ്മൾ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇതുകൊണ്ട് എന്താ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, നമ്മുടെ ട്രസ്റ്റ് പോവും, ആ പേഴ്സന്റെ ഡിഗ്നിറ്റീനെ ഡാമേജ് ഉണ്ടാക്കും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നതാണ് ഓപ്പറേഷണൽ റിസ്ക്.
Okay, error, technical failure, or wrong analysis lead to major system problems. Failure or technical failures or അല്ലെങ്കിൽ എററോ എന്താണ് മേജർ ആയിട്ടുള്ള സിസ്റ്റം പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, മെഡിക്കൽ ഡയഗ്നോസിസ് സിസ്റ്റം മാൽ ഫങ്ഷൻ, മെഡിക്കൽ ഡയഗ്നോസിസ് സിസ്റ്റത്തിൽ മാൽ ഫങ്ഷൻ ഉണ്ടാവുക, പവർ ഫെയിലിയർ ഇൻ സർവീസ് സ്റ്റോറിങ് ക്രിട്ടിക്കൽ ഡേറ്റ സ്റ്റോർ ചെയ്യണ സെർവറിൽ പവർ ഫെയിലിയർ ഉണ്ടാവുക, അതേപോലെ തന്നെ കോൺഫിഗേർഡ് ആക്സസ് സെറ്റിംഗ് എക്സ്പോസിങ് കോൺഫിഡൻഷ്യൽ ഫയൽസ്. നമ്മുടെ ഈ മിസ്കോൺഫിഗേർഡ് ആക്സസ് കാരണം കൊണ്ട് എന്തുണ്ടാവും, നമ്മുടെ കോൺഫിഡൻഷ്യൽ ഫയൽസ് നഷ്ടപ്പെട്ടു പോവാം. ഇതൊക്കെ എന്താണ് ലീഡ് ചെയ്യും, സർവീസ് ഡിസ്റപ്ഷൻ, അതേപോലെ തന്നെ സെക്യൂരിറ്റി കൺസേൺസ്, ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ കോൺസിക്വൻസസ് നമ്മളെ കൊണ്ട് ഫേസ് ചെയ്യിപ്പിക്കും. സോ ഈ 6 എണ്ണമാണ് എന്ത് നമ്മുടെ ടൈപ്സ് ഓഫ് റിസ്ക്. പ്രൈവസി റിസ്ക് ആയിരിക്കാം, സെക്യൂരിറ്റി റിസ്ക് ആയിരിക്കാം, നമ്മുടെ മിസ്യൂസ് ഓഫ് റിസ്ക് ആയിരിക്കാം, ഡിസ്ക്രിമിനേഷൻ റിസ്ക് ആയിരിക്കാം, റെപ്യൂട്ടേഷണൽ റിസ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസ്ക് ആയിരിക്കാം. സോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് മിറ്റിഗേഷൻ ആണ്. നമ്മളിപ്പോൾ ടൈപ്സ് പഠിച്ചു, ഇനി നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിക്കണ്ടേ. അതിനെയാണ് റിസ്ക് മിറ്റിഗേഷൻ. മീൻസ് ഐഡൻറ്റിഫൈങ് ദ റിസ്ക് ഏർലി. നമുക്ക് റിസ്കുകളെ മുമ്പ് ഐഡൻറ്റിഫൈ ചെയ്യാം. ആൻഡ് ടേക്കിംഗ് സ്റ്റെപ്സ് ടു റെഡ്യൂസ് ഓർ എലിമിനേറ്റ്. അതിനെ റെഡ്യൂസ് ചെയ്യാനോ എലിമിനേറ്റ് ചെയ്യാനോ ഉള്ള സ്റ്റെപ്സ് മുമ്പ് തന്നെ എടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. റിസ്ക് മിറ്റിഗേഷൻ ഇൻവോൾവ്സ് സിസ്റ്റമാറ്റിക് സ്റ്റെപ്സ് ടു റെഡ്യൂസ് livelihood and impact of potential adverse environment related to the data. Okay, നമ്മുടെ പൊട്ടൻഷ്യൽ ഈ ഡേറ്റേനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ജീവിതമോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള പൊട്ടൻഷ്യൽ ഇമ്പാക്ട്സോ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. ഓക്കെ, സോ ആദ്യത്തെ എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സസ് കൺട്രോൾ ആണ്. അതായത് റെസ്ട്രിക്ട് ഡേറ്റ ആക്സസ് ഓൺലി ടു ഓതറൈസ്ഡ് യൂസേഴ്സ്. ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഡേറ്റ കിട്ടുന്ന മാതിരി റെസ്ട്രിക്ട് ചെയ്ത് വെക്കുക. റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ. റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ് എന്ന് പറയുന്നത് അവരുടെ ജോബ് റോളിനെ ബേസ് ചെയ്തിട്ട് കൊടുക്കുക. ഇതെന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു മെത്തേഡാണ് റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. എ നേഴ്സ് ക്യാൻ വ്യൂ പേഷ്യൻ്റ് റെക്കോർഡ് ബട്ട് കനോട്ട് എഡിറ്റ് ഓർ ഡിലീറ്റ്. ഒരു നേഴ്സിന് എന്താണ് അവരുടെ പേഷ്യൻ്റ് റെക്കോർഡ്സ് കാണാനും കാണാൻ പറ്റും, പക്ഷെ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റില്ല. ബട്ട് ഇതാർക്ക് ചെയ്യാൻ പറ്റും, ഒരു ഡോക്ടറിന് ചെയ്യാൻ പറ്റും. ഓക്കെ, വെയിറ്റ് എ സെക്കൻഡ്, ഇതിൽ മെത്തേഡ്സിൽ 2 എണ്ണം കൂടിയുണ്ട്. ദാറ്റ് ഈസ് ലീസ്റ്റ് പ്രിവിലേജ് പ്രിൻസിപ്പിൾ. ലീസ്റ്റ് പ്രിവിലേജ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം റിക്വയർഡ് ആക്സസ് ഓൺലി. അതായത് ഏറ്റവും കുറവ് ആക്സസ് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക. അതായത് കുറേ ആക്സസ് കൊടുക്കാണ്ട്. മൾട്ടി ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ, അതായത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും കാണുന്നതാണ്. മൾട്ടി ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ, നമ്മുടെ പാസ്വേഡും അതേപോലെ തന്നെ OTPയും കൊടുക്കുക. ഓക്കെ, സോ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, ഇതെന്ന് പറയുന്നത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ്, അതേപോലെ തന്നെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ്റെ മിസ്യൂസും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ മെത്തേഡ്സ് ഒന്ന് ഓർത്തേക്കണം. ദാറ്റ് ഈസ് റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ, അതേപോലെ തന്നെ ലീസ്റ്റ് പ്രിവിലേജ് പ്രിൻസിപ്പിളും, അതേപോലെ തന്നെ മൾട്ടി ഫാക്ടർ ഒത്തൻറ്റിക്കേഷനും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആക്സസ് കൺട്രോളിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. ഓക്കെ, സോ അടുത്തതെന്ന് പറയുന്നത് എൻക്രിപ്ഷൻ ആണ്. അതായത് കൺവേർട്ട് ഡേറ്റ ഇൻ ടു അൺറീഡബിൾ ഫോം. സോ ഈവൻ ഇഫ് സ്റ്റോളൻ ഇറ്റ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്. നമ്മുടെ കയ്യിലുള്ള ഡേറ്റനെ നമുക്ക് മനസ്സിലാവാത്തൊരു രീതിയിലേക്ക് മാറ്റിവെക്കാം. സോ അത് നഷ്ടപ്പെട്ടു പോയാലും എന്താണ്, നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. എൻക്രിപ്ഷൻ അറ്റ് റെസ്റ്റ് പ്രൊട്ടക്ട്സ് സ്റ്റോർഡ് ഡേറ്റ. ഓക്കെ, എൻക്രിപ്റ്റ് ചെയ്ത് വെക്കാം, അപ്പോൾ സ്റ്റോർഡ് ഡേറ്റനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. എൻക്രിപ്ഷൻ ഇൻ ട്രാൻസിസ്റ്റ്
പ്രൊട്ടക്ട് ഡേറ്റ വൈൽ ട്രാൻസ്ഫറിങ്. രണ്ട് രീതിയിലാണ്. അതായത് നമ്മൾ റെസ്റ്റിൽ വെച്ചിരിക്കുന്ന സമയത്ത് പ്രൊട്ടക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പ്രൊട്ടക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് രണ്ടെണ്ണം എൻക്രിപ്ഷന്റെ ഭാഗത്ത് വരുന്നതാണ്. ഇതിൽ എൻക്രിപ്റ്റഡ് ഡേറ്റ മെഡിക്കൽ റെക്കോർഡ് സ്റ്റോർഡ് ഇൻ ക്ലൗഡ് റിമെയിൻ സെക്യൂർ ഇവൻ ഇഫ് ഹാക്ക്. അതായത് ക്ലൗഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എൻക്രിപ്റ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഹാക്ക് ചെയ്താലും പ്രശ്നമില്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതെന്ന് പറയുന്നത് ഡേറ്റ എക്സ്പ്ലോറേഷൻ ട്രാൻസ്മിഷൻ്റെ സ്റ്റേജിലോ അല്ലെങ്കിൽ സ്റ്റോറേജിൻ്റെ സ്റ്റേജിലോ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ ആണോ? ഇതാണ് എൻക്രിപ്ഷൻ്റെ അണ്ടറിൽ വരുന്നത്. എൻക്രിപ്ഷൻ്റെ അണ്ടറിൽ രണ്ടെണ്ണം വരുന്നത് എന്താണ്? റെസ്റ്റും ട്രാൻസിസ്റ്റോ ടോപ്പ് ഓർത്തച്ചോളെ. അടുത്തതെന്ന് പറയുന്നത് ഡേറ്റ മിനിമലൈസേഷൻ. ഇതെന്ന് പറയുന്നത് കളക്ട് ഓൺലി എസെൻഷ്യൽ ഡേറ്റ ടു റിഡ്യൂസ് പ്രൈവസി റിസ്ക്. നമുക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ മാത്രം കളക്ട് ചെയ്യാൻ നിൽക്കാം. ലിമിറ്റ് ഡേറ്റ ഫീൽഡ് കളക്ഷൻ. ഓക്കെ, ഡേറ്റ ഫീൽഡ് കളക്ഷൻ ലിമിറ്റ് ചെയ്യുക. അവോയ്ഡ് അൺനെസസറി പേഴ്സണൽ ഇൻഫർമേഷൻ. ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ ഒന്നും കളക്ട് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ഷോപ്പിംഗ് ആപ്സ് ആസ്ക് ഓൺലി ഫോർ ഡെലിവറി അഡ്രസ് നോട്ട് റിലീജിയൻ ഓർ കാസ്റ്റ്. ഓക്കെ, ഈ ഷോപ്പിംഗ് ആപ്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഡെലിവറി അഡ്രസ്സ് മാത്രമേ ചോദിക്കുക. നമ്മുടെ റിലീജിയനോ കാസ്റ്റോ അവർക്ക് അറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതെന്ന് പറയുന്നത് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ആ ഒരു കാര്യങ്ങളിൽ അത് അറ്റ്ലീസ്റ്റ് എങ്കിലും കുറയും. ആൻഡ് ഇതെന്ന് പറയുന്നത് ഹാംഫുൾ ബ്രീച്ചസ് ലിമിറ്റ് ചെയ്യും. സാധനം ഉണ്ടെങ്കിൽ അല്ലേ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് സംഭവം. ഡേറ്റ മിനിമലൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻക്രിപ്ഷൻ പോലെ വേറൊരു സാധനമാണ് അനോമലൈസേഷൻ. അതായത് റിമൂവ് പേഴ്സണൽ ഐഡൻറ്റിഫയേഴ്സ് സോ ഇൻഡിവിജ്വൽസ് കനോട്ട് ബി ട്രേസ്ഡ്. അതായത് പേഴ്സണൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നവരുടെ പേരോ അല്ലെങ്കിൽ ആധാർ നമ്പർ അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് റിമൂവ് ചെയ്ത് കളയാം. നമ്മുടെ നെയിമോ ഫോണോ ആധാരോ അല്ലെങ്കിൽ ഇമെയിലോ GPS റിമൂവ് ചെയ്യാം. അതിന് പകരം ജനറൽ അല്ലെങ്കിൽ കോഡഡ് ഡേറ്റ യൂസ് ചെയ്യാം. ഓക്കെ ആണോ? ഹോസ്പിറ്റൽസ് അനോമലൈസ് പേഷ്യൻസ് ഡേറ്റ ബിഫോർ സെൻഡിങ് ടു റിസർച്ച്. റിസർച്ചിന് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് പേഷ്യൻറ്റിൻ്റെ നെയിം സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും? അനോമലൈസ് ചെയ്തിട്ടാണ് ഹോസ്പിറ്റൽ അയച്ചു കൊടുക്കുക. ഇതെന്ന് പറയുന്നത് ഡേറ്റ ഷെയറിങ് സേഫ് ആക്കാനും ഈ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. അടുത്തത് റെഗുലറായിട്ട് ഓഡിറ്റ്സ് നടത്താം. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്ത് എൻഷുർ ചെയ്യും? പോളിസീസ്, നമ്മുടെ സെക്യൂരിറ്റി, അതേപോലെ തന്നെ എത്തിക്കലായിട്ടാണോ ഡേറ്റ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് റെഗുലറായിട്ട് ഓഡിറ്റ്സ് നടത്തുന്നത്. സെക്യൂരിറ്റി ഓഡിറ്റ്സ്, പ്രൈവസി ഓഡിറ്റ്സ്, കോംപ്ലയൻസസ് ഓഡിറ്റ്സ് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. പ്രൈവസി, security and compliance. Privacy, security and compliances. Okay, company checks if employee data is handled and protected properly. Correct ആയിട്ട് ഡേറ്റ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് കമ്പനീസ് ചെക്ക് ചെയ്തു. ഇതെന്ന് പറയുന്നത് വൾനറബിലിറ്റീസ് ഏർലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ നോൺ കംപ്ലയൻസസ് പെനാൽറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ അടുത്തത് പറയുന്നത് ഡേറ്റ ബാക്കപ്പ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മളൊരു സെക്യൂർ ആയിട്ടൊരു ഡേറ്റ കോപ്പി എടുത്തു വെക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഡേറ്റ നഷ്ടപ്പെട്ടു പോകുന്നതോ ഡൗൺഫോൾ ആയിട്ട് പോകുന്നതോ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതായത് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ ബാക്കപ്പ്, അതേപോലെ തന്നെ സെക്യൂർ ആൻഡ് മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഒരു സ്ഥലത്തല്ലാതെ കുറച്ചധികം സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ബാക്കപ്പ് റീസ്റ്റോർ ഹോസ്പിറ്റൽ ഡേറ്റാബേസ് ആഫ്റ്റർ ഈ റാംസൺ വെയർ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ഈ ഹോസ്പിറ്റൽ ഡേറ്റാബേസസ് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് കണ്ടിന്യൂറ്റിക്കും അതേപോലെ തന്നെ പെർമനന്റ് ഡേറ്റ ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ നമ്മുടെ റിസ്ക് മിറ്റിഗേഷൻ അണ്ടറിൽ വരുന്ന കുറേ ടോപ്പിക്സ് എന്തൊക്കെയായിരുന്നു? ആക്സസ് കൺട്രോൾ, എൻക്രിപ്ഷൻ, നോർമലൈസേഷൻ, ഡേറ്റ മിനിമലൈസേഷൻ, റെഗുലർ ഓഡിറ്റ്സ്, ബാക്കപ്പ്, ഡേറ്റ ബാക്കപ്പ്. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തതാണ് എന്താണ്
risks, harms, benefit and assessment. ഇതിൻ്റെയൊക്കെ അസസ്മെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. A risk, harm, benefit RHB assessment, often simply said called a benefit risk assessment. Okay, benefit risk assessment is a secured systematic process used to evaluate the potential negative and positive consequence of a proposed activity, technology, policy or intervention, especially common in clinical research, health technology and society critical industries. The core purpose is to determine if the anticipated benefits overweight the potential for harm, if the risks are responsible in relation to the desired outcome of knowledge to be gained. The main purpose എന്താണ്? പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഹാമിൻ്റെ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്കംസും അതേപോലെ തന്നെ നോളേജും ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് മെയിനായിട്ട് നമ്മൾ ഈ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെ റിസ്ക് ഉണ്ടാവാം, എന്തൊക്കെ ഹാർംസ് ഉണ്ടാവാം, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവാം എന്ന് നമ്മൾ അസസ് ചെയ്യുന്നത്. സോ ഇതിൽ വി ഗോണ ഡിസ്കസ് ദിസ് വൺ. ഓക്കെ, സോ ആദ്യത്തെ എന്ന് പറയുന്നത് റിസ്ക് അസസ്മെന്റ്. റിസ്ക് അസസ്മെന്റ് പറഞ്ഞെന്താ? ഐഡൻറ്റിഫൈയിങ് ഡേഞ്ചർ അസോസിയേറ്റഡ് വിത്ത് കളക്റ്റിംഗ്, നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ഡേറ്റ സ്റ്റോറിങ് ഡേറ്റയിലുള്ള എന്തൊക്കെ ഡേഞ്ചേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. നമ്മളിതിൽ എന്തൊക്കെ കൺസിഡർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ തെറ്റായിട്ട് നടക്കാം. ഓക്കെ, എങ്ങനെയാണ് റിസ്കിൻ്റെ കെടുപ്പ് ഇരിക്കണം, ഹൗ സിവിയർ വിൽ ദ ഇമ്പാക്ട് ബി, എത്രത്തോളം സിവിയർ ആയിരിക്കും ഇതിലെ ഇമ്പാക്ട്, എന്തൊക്കെ തെറ്റായിട്ട് നടക്കാം, റിസ്ക് എത്രത്തോളം ഉണ്ട്, അതേപോലെ തന്നെ എന്തോരം ഇമ്പാക്റ്റ് ഉണ്ടാക്കാം ഇത്. അതായത് എ കോളേജ് കളക്ടിങ് സ്റ്റുഡൻറ് മെഡിക്കൽ ഡേറ്റ മേ ഫേസ് ഹൈ ഇമ്പാക്ട് ഇഫ് ലീക്ക്. ഈ മെഡിക്കൽ ഡേറ്റ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ലീക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വലിയ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. Helps decide whether the risk is applicable and what protection are needed. എന്തൊക്കെ റിസ്ക് അപ്ലിക്കബിൾ ആണ് ആൻഡ് എന്തൊക്കെ പ്രൊട്ടക്ഷൻസ് അതിന് വേണ്ടി എടുക്കാം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിസ്ക് അസസ്മെൻറ്റോട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതാണ് ഹാം അസസ്മെൻറ്റ്, ഐഡൻറ്റിഫൈയിങ് പോസിബിൾ ഹാം ടു ഇൻഡിവിജ്വൽ ഇഫ് ദ ഡേറ്റ ഈസ് ലീക്ക്. എന്തൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള ഹാംസ് ഇൻഡിവിജ്വൽസിന് ഉണ്ടാവാം അല്ലെങ്കിൽ ഡേറ്റ ലീക്ക് ആവുകയോ അല്ലെങ്കിൽ മിസ്യൂസ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ. മെൻ്റൽ ഡിസ്ട്രെസ് ഉണ്ടാവാം, സോഷ്യൽ സ്റ്റിഗ്മ, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാം, ലോസ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, മിസ് ഡയഗ്നോസിസ്, അതേപോലെ തന്നെ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഉണ്ടാവാം. അതൊക്കെയാണ് ഉണ്ടാവാനുള്ള ഹാംസ് ഉണ്ടാവാനുള്ള ചാൻസ്. അതായത് ഇപ്പോൾ മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് എ സ്റ്റുഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി ഒരുപാട് സോഷ്യലി ഡൗൺ ആവും, ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഡേറ്റ മിസ്യൂസ് എഫക്ട് പീപ്പിൾ ആൻഡ് വെദർ കളക്റ്റഡ് ഇസ് എത്തിക്കൽ. എത്തിക്കലായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ എന്തെങ്കിലും മിസ്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എന്തൊക്കെ റിസ്ക് നോക്കി എന്തൊക്കെ ഹാംസ് ഉണ്ടാക്കാൻ പറ്റും നോക്കി. അടുത്തത് ഇതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ്സും ഉണ്ടാവാമല്ലോ അല്ലേ. അതായത് ഡിറ്റർമൈൻസ് വെദർ കളക്ടിങ് ഡേറ്റ പ്രൊവൈഡ്സ് മീനിങ് ഫുൾ വാല്യൂ. നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള വാല്യൂ കിട്ടാലോ. ഇതെന്ന് പറയുന്നത് വാട്ട് പോസിറ്റീവ് ഔട്ട്കംസ് വിൽ ദ ഡേറ്റ ബ്രിങ്, എന്തൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് കൊണ്ടുവരാൻ പറ്റും. ഹൂ ബെനിഫിറ്റ്സ്, ഏത് ഓർഗനൈസേഷൻ ആണോ അല്ലെങ്കിൽ പബ്ലിക്കിനാണോ ഇത് ബെനിഫിറ്റ്സ് കൊണ്ടുവരണേ. ഈസ് ദ ബെനിഫിറ്റ് വർത്ത് ദ റിസ്ക്. ഈ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ എന്തായാലും എന്തുണ്ടാവും, റിസ്ക് ഉണ്ടാവും അല്ലേ. അതെന്ന് പറയുന്നത് വെർത്തിട്ടാണോ, ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് റിസ്ക്, നമുക്ക് ഈ റിസ്ക് എടുക്കുന്നേക്കാൾ കൂടുതൽ വലുതാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് റൈറ്റ്. അതാണ് പറഞ്ഞത്. അതായത് ഹെൽത്ത് റിസർച്ച് ഇംപ്രൂവ് ട്രീറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ട്രാഫിക് ഡേറ്റ ഇംപ്രൂവ്സ്, സിറ്റി പ്ലാനിങ് കുറച്ചും കൂടി ഇംപ്രൂവ് ആക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഫ്രോഡ് ഡിറ്റക്ഷൻ, എന്താണ്, നമുക്ക് ക്രൈംസ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഹെൽപ്പ് ജസ്റ്റിഫൈ ഡേറ്റ കളക്ഷൻ ആൻഡ് എൻഷുർ ഇറ്റ്സ് സർവീസ് എ റിയൽ പർപ്പസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യണത്. സോ ഇത് മൂന്നെണ്ണം ഓർത്തിച്ചോളൂ കേട്ടോ. എന്താണ് റിസ്ക് അസസ്മെൻറ്റ്, ഹാം അസസ്മെൻറ്റ് ആൻഡ് ബെനിഫിറ്റ്
assessment. ഇനി നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് റിസ്കും ബെനിഫിറ്റ്സും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക എന്നാണ്. ഡേറ്റ ഷുഡ് ബി കളക്റ്റഡ് ഓൺലി ഇഫ് ബെനിഫിറ്റ് ഓവർവെയ്റ്റ്സ് ഇറ്റ്. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത് നമ്മൾ ഈ റിസ്കിനേക്കാൾ കൂടുതലാണ്, അതായത് ബെനഫിറ്റ് എന്ന് പറയുന്നത് റിസ്കിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാം കുറയ്ക്കാൻ പറ്റും. യൂസേഴ്സ് എന്തായിരിക്കണം? ഇൻഫോംഡ് ആയിരിക്കണം. അവരുടെ കൺസെൻറ്റ് ഇല്ലാണ്ട് നമ്മൾ ഒന്നും ചെയ്യരുത്. കളക്ട് ചെയ്ത ഡേറ്റ എന്തിനാണ് യൂസ് ചെയ്യണേ, അവർ ഈ ഡേറ്റ നമ്മൾ മിസ്യൂസ് ചെയ്യോ, ഇതൊക്കെ അവർക്ക് അറിയണം. അതായത് വേറെ കാര്യത്തിന് നമ്മൾ യൂസ് ചെയ്യോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദിസ് ഇസ് ദ കോർ ഓഫ് എത്തിക്കൽ ഡേറ്റ ഹാൻഡ്ലിംഗ്. ഇതിനെ എന്താ പറയാ? എത്തിക്കൽ ഡേറ്റ ഹാൻഡ്ലിങ്ങിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ദ ultimate goal of RHB assessment is to determine risk benefit ratio എന്താ risk benefit ratio and ensure its accessibility. It is very important. Okay, risk benefit ratio എന്ന് പറയുന്നത് എന്താണ്? ലെവൽ ഓഫ് റിസ്ക് പ്ലസ് പോസിബിൾ ഹാം. എത്രത്തോളം റിസ്ക് ഉണ്ടാവാം പ്ലസ് എന്തൊക്കെ പോസിബിൾ ഹാംസ് ഉണ്ടാവാം നോക്കും. ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ബെനിഫിറ്റ്സ്. ഓക്കെ, ലെവൽ ഓഫ് റിസ്ക് ആദ്യം നമ്മൾ നോക്കും, പിന്നെ എന്തൊക്കെ പോസിബിൾ ഹാംസ് എന്തൊക്കെയാ നോക്കും. ഓക്കെ, അത് ഡിവൈഡഡ് ബൈ എന്താണ്? നമ്മുടെ ബെനിഫിറ്റ്സ് നോക്കാം, വാല്യൂ ഓഫ് ബെനിഫിറ്റ്സ്. ഓക്കെ, ഇതാണ് എന്ത്? റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഈ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഹൈ ആണിക്കാം, കൂടുതലാണെങ്കിൽ എന്താണ്? റിസ്ക് ഔട്ട് വെയ്റ്റ് ബെനിഫിറ്റ്സ്. ഓക്കെ, റിസ്ക് ആണ് കൂടുതൽ എന്നർത്ഥം. അപ്പൊ എന്താണ്? ഡേറ്റ കളക്ട് ചെയ്യാൻ പാടില്ല. ഇനി ഇത് കുറവാണെങ്കിലോ? ബെനിഫിറ്റ് ആണ് കൂടുതൽ എന്നർത്ഥം. അപ്പൊ എന്താ? ഡേറ്റ കളക്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഡേറ്റ കളക്ട് ചെയ്യാം, ഇവിടെ കളക്ട് ചെയ്യരുത് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അത് ടേബിളാക്കിയിട്ട് പറയുകയാണെ ഞാൻ പറഞ്ഞുതരാം. ബെനിഫിറ്റ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് എന്താണ്? മീനിങ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് അപ്പോൾ ഡേറ്റ കളക്ഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം സേഫ് ഗാർഡ്സ് ഉണ്ടായിരിക്കും. അടുത്തത്, ഇപ്പൊ രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് നിൽക്കുക. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ക്ലിയർലി നെസസറി അല്ല, ഈക്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. കളക്ട് ഓൺലി ഇഫ് സ്ട്രിക്റ്റ് പ്രൊട്ടക്ഷൻ എക്സിസ്റ്റ്. അതായത് സ്ട്രിക്റ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ആദ്യം റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഓപ്ഷണൽ ആണ്. കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. ബെനിഫിറ്റ്സ് ഒക്കെ കൂടുതലെങ്കിൽ കളക്ട് ചെയ്യാം. ഇവിടെ കളക്ട് ചെയ്യരുത്, അതായത് ഇത് ഡേഞ്ചറസ് ആണ്, കളക്ട് ചെയ്യണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, നമുക്കിനി അടുത്ത ടോപ്പിക്കാണ് സെൻസിറ്റീവ് ഡേറ്റ ആൻഡ് സെൻസിറ്റീവ് കണ്ടന്റ്. സെൻസിറ്റീവ് ഡേറ്റ ആൻഡ് സെൻസിറ്റീവ് കണ്ടന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഷുഡ് ബി വെരി ക്ലിയർ, ബിക്കോസ് ഇത് ചോദിക്കും. ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. These two concepts often go hand in hand and trigger the highest level of scrutiny. So ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താ? സെൻസിറ്റീവ് ഡേറ്റ ആണ്. ഡേറ്റ ദാറ്റ് ഇഫ് compromised or misused, okay, could lead to significant harm, discrimination, privacy violation. അങ്ങനത്തെ ഡേറ്റ, അതായത് നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഡേറ്റയാണ് മിസ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഹാമും എന്താ പറയുക ഡിസ്ക്രിമിനേഷൻ, പ്രൈവസി വയലേഷൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത്? സെൻസിറ്റീവ് ഡേറ്റ എന്ന് പറയുന്നത്. സം ഓഫ് ദ ടൈപ്സ് ഓഫ് നമ്മളിനി പറയുന്നത് സെൻസിറ്റീവ് ഡേറ്റയുടെ ടൈപ്സിനെ പറ്റിയിട്ടാണ്. പേഴ്സണൽ ഐഡൻറ്റിഫയബിൾ ഇൻഫർമേഷൻ, PII, പേഴ്സണൽ ഐഡൻറ്റിഫയബിൾ ഇൻഫർമേഷൻ. അതായത് നമ്മുടെ പേര്, അഡ്രസ്സ്, ബർത്ത് ഡേറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, കോണ്ടാക്ട് ഇൻഫർമേഷൻ,
ആധാർ, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? പേഴ്സണൽ ഐഡന്റിഫയബിൾ ഇൻഫർമേഷനിൽ വരുന്നതാണ്. നമ്മുടെ ഹെൽത്ത് ഡേറ്റ, അതായത് നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട്, MRI സ്കാന്, ഡിസബിലിറ്റീസ്, ഇതൊക്കെ അതിൽ വരുന്നതാണ്. ബയോമെട്രിക്സ് ഡേറ്റ, ഫിംഗർ പ്രിന്റ്, ഫേസ് റെക്കഗ്നിഷൻ, റെറ്റിന സ്കാൻ, ഇതൊക്കെ അതിൽ വരുന്നതാണ്. ഡീമോഗ്രാഫിക് അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊഫൈൽ, നമ്മുടെ കാസ്റ്റ്, റീജിയൻ, പൊളിറ്റിക്കൽ ഒപ്പീനിയൻ, സോഷ്യൽ ഓറിയന്റേഷൻസ്, ഇതൊക്കെ അതിൽ വരുന്നത്. ലൊക്കേഷൻ ആൻഡ് ഡേറ്റ, ഡെയിലി റൂട്ട്, ഹോംസ് അല്ലെങ്കിൽ വർക്ക് ലൊക്കേഷൻ, ഫിനാൻഷ്യൽ ഡേറ്റ, അക്കൗണ്ട് നമ്പർ, ക്രെഡിറ്റ് സ്കോർ, സ്കെയിലബിലിറ്റി, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, UPI എക്സെട്ര, അതിലൊക്കെ വരുന്നത്. പിന്നെ സ്പെഷ്യൽ കാറ്റഗറീസ്, ഇവിടെ നമ്മുടെ ഈ പറഞ്ഞില്ലേ പേഴ്സണൽ ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻ, അതിൻ്റെ സ്പെഷ്യൽ കാറ്റഗറിയാണ് എന്ത്? GDPR ടെർമിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഒറ്റ സെക്കൻഡ്, ഇവിടേക്ക് ഞാൻ കയറുന്നതിൻ്റെ മുമ്പ് ഇതൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. പേഴ്സണൽ ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻ, ഹെൽത്ത് ഡേറ്റ, ബയോമെട്രിക്സ് ഡേറ്റ, ഡെമോഗ്രാഫിക്, അതേപോലെ തന്നെ പേഴ്സണൽ പ്രൊഫൈല്, ലൊക്കേഷണൽ ഡേറ്റ, ഫിനാൻഷ്യൽ ഡേറ്റ. ഓക്കെ, നമ്മുടെ എത്നിക് ഒറിജിൻ അല്ലെങ്കിൽ റേഷ്യൽ ഒറിജിൻ, ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കാം, നമുക്ക് റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ ബിലീഫ്സ് ഉണ്ടായിരിക്കാം. ഇതൊക്കെ പുറത്തു വന്നാൽ ഭയങ്കര പ്രശ്നമുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ ട്രേഡ് യൂണിയൻ മെമ്പർഷിപ്പ്, ജനറിക് അല്ലെങ്കിൽ ബയോമെട്രിക്സ് ഡേറ്റ, ഹെൽത്ത് ഡേറ്റ, ജെൻഡർ, ഇതൊക്കെ എന്താണ്? സ്പെഷ്യൽ കാറ്റഗറിയാണ് എന്ത്? പേഴ്സണൽ ഐഡന്റിഫയർ ഇൻഫർമേഷൻ്റെ GDPR ടെക്നോളജീസിൽ വരുന്നതാണ്. സോ ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻ, ലൈക്ക് നമ്മൾ ഈ സംഭവം ഓർത്തിച്ചോളൂ കേട്ടോ. സെൻസിറ്റീവ് ഡേറ്റ എന്തായാലും ഇത് രണ്ടും തമ്മിലുള്ളൊരു കമ്പാരിസൺ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്താ സെൻസിറ്റീവ് ഡേറ്റ എന്ന് ആദ്യം എഴുതുക, അതിൻ്റെ കുറച്ച് ടൈപ്സ് എഴുതി വെക്കാം. ഹെൽത്ത് ഡേറ്റ, ബയോമെട്രിക്സ്, നമ്മൾ നിൽക്കുന്ന സ്ഥലം, ലൊക്കേഷൻ, ഫിനാൻഷ്യൽ, നമ്മുടെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ, നമ്മുടെ എത്നിസിറ്റി, ട്രേഡ്, ബയോമെട്രിക്സ്, ഹെൽത്ത് ഡേറ്റ, അതൊക്കെ എഴുതി വെക്കാം. ഓക്കെ ആണോ? സോ അടുത്തത് സെൻസിറ്റീവ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. Sometimes even non-sensitive data becomes sensitive depending on the context. ആ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ തന്നെ ആവില്ല, പക്ഷെ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് അത് സെൻസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ആ ഡേറ്റയുടെ മീനിങ് തന്നെ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഫോട്ടോ, ഒരു നോർമൽ ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? അത് സെൻസിറ്റീവ് അല്ല, റൈറ്റ്? പക്ഷെ അത് എന്ന് പറയുന്നത് ഒരു സൈക്കാട്രിക് ക്ലിനിക്കിൻ്റെ ഉള്ളിൽ പോയിട്ട് എടുത്തൊരു ഫോട്ടോ ആണെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്? സെൻസിറ്റീവാണ്. അതായത് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ഇവിടെ എന്തായി? ആ ഫോട്ടോ എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവ് കോണ്ടെക്സ്റ്റ് ആയി. ഓക്കെ, ഒരു ലൊക്കേഷൻ ആണെങ്കിൽ GPS ലൊക്കേഷൻ ഓഫ് എ മാൾ, അതെന്ന് പറയുന്നത് നോർമലാണ്. ഇനി അതേസമയം HIV ട്രീറ്റ്മെന്റ് സെന്ററിന്റെ അവിടെ നിന്ന് GPS ലൊക്കേഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൻസിറ്റീവ് ആയില്ലേ? ഇറ്റ്സ് ബിക്കോസ് മെഡിക്കലി ഇത് പുറത്തു വന്ന പ്രശ്നമാവും അല്ലേ? അടുത്തത് സെർച്ച് ഹിസ്റ്ററി. ഒരു സെർച്ച് ഫോർ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള സാധനം. അതേസമയം ഡിപ്രഷൻ, മെഡിക്കേഷൻ, സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ്? നമ്മൾ ആ മെഡിക്കേഷൻ എടുക്കുന്നുണ്ട് എന്നല്ലേ അർത്ഥം. സോ എന്താണ്? നമ്മുടെ ഹെൽത്ത് ഡേറ്റ അല്ലേ അത്? അതെന്ന് പറയുന്നത് സെൻസിറ്റീവ് ആണ്. ഇതാണ് സെൻസിറ്റീവ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ സെൻസിറ്റീവ് ഡേറ്റ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയോമെട്രിക്സ് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇതൊന്ന് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ആവണത്. സോ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ ആണോ? സോ നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത് ഡേറ്റ സെക്യൂരിറ്റീനെ പറ്റിയിട്ടാണ്. Data security so focuses on
protecting data from unauthorized access, use, disclosure, disruption, modification, and destruction. Okay, data security are unauthorized ആയിട്ടുള്ള ആക്സസോ യൂസോ അല്ലെങ്കിൽ പുറത്തേക്ക് ഡിസ്ക്ലോസ് ചെയ്ത് വിടുന്നതോ ഡിസ്ട്രപ്ഷനോ അതിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നതോ അതിനെ നശിപ്പിച്ച് കളയുന്നതോ എന്താണ് ഡേറ്റ പ്രൊട്ടക്ഷനിൽ വരുന്ന ഒരു കാര്യമാണ്. ഡേറ്റ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റനെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്നോ തെഫ്റ്റിൽ നിന്നോ ഡാമേജിൽ നിന്നോ മിസ്യൂസിൽ നിന്നോ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഡേറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇതിൻ്റെ അണ്ടറിൽ പറഞ്ഞ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്ത്? കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി. ദ ഫണ്ടമെൻ്റൽ മോഡൽ ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള മോഡലാണ് എന്ത്? കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. സോ നമുക്ക് 1 by 1 എന്താ നോക്കാം. ആദ്യത്തെ പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി. പ്രിവെന്റിങ് അൺഓതറൈസ്ഡ് ഡിസ്ക്ലോഷർ ഓഫ് ഡേറ്റ. ആവശ്യമില്ലാത്ത ഡേറ്റ ഡിസ്ക്ലോഷർ ഇല്ലാണ്ടിരിക്കും. ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമുക്ക് എൻക്രിപ്ഷൻ യൂസ് ചെയ്യാം, ആക്സസ് കൺട്രോൾ ലിസ്റ്റ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ നെറ്റ്വർക്ക് ഫയർവാൾസ് യൂസ് ചെയ്യാം. എൻക്രിപ്ഷൻ, ആക്സസ് കൺട്രോൾ ലിസ്റ്റ്, അതേപോലെ തന്നെ ആക്സസ് നെറ്റ്വർക്ക് ഫയർവാൾ യൂസ് ചെയ്യാം. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താ? കോൺഫിഡൻഷ്യാലിറ്റി മനസ്സിലായില്ലേ? ഓക്കെ. ഇൻറ്റഗ്രിറ്റി, നമ്മുടെ ഡേറ്റ എൻഷുറിങ് ദ ഡേറ്റ ഇസ് ആക്യുറേറ്റ്, കംപ്ലീറ്റ്, പ്രൊട്ടക്ട് ഫ്രം അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ. ആക്യുറേറ്റ് ആണ്, കംപ്ലീറ്റ് ആണ്, അതേപോലെ തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ ആണ് ഹാഷിംഗ്. ഓക്കെ, ഹാഷിംഗ് എന്താണെന്ന് അറിയട്ടെ? ഇങ്ങനെ നമ്മൾ ഹാഷ് വെച്ചിട്ട് ഡേറ്റനെ കവർ ചെയ്തെടുക്കും വെരിഫിക്കേഷൻ വേണ്ടിയിട്ട്. ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്, പിന്നെ ഡേറ്റ വാലിഡേഷൻ ചെക്സ്, വേർഷൻ കൺട്രോൾ, ഇതൊക്കെ ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഹാഷിംഗ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഡേറ്റ വാലിഡേഷൻ ചെക്സ്, അതേപോലെ തന്നെ വേർഷൻ കൺട്രോൾ. ആൻഡ് നമ്മുടെ അവസാനത്തെ ഇസ് അവൈലബിലിറ്റി. ഓക്കെ, അവൈലബിലിറ്റി. Ensuring authorized users can access the data and system when needed. ആവശ്യമുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആക്സസ് ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റണം. റിഡൻഡൻസി. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കപ്പ് സിസ്റ്റം, അതേപോലെ തന്നെ റേറ്റ് സ്റ്റോറേജ് ഒക്കെ വരുന്നതാണ്. ഡിസാസ്റ്റർ റിക്കവറി പ്ലാൻ, DRP, ഡിസാസ്റ്റർ റിക്കവറി പ്ലാൻ. അതേപോലെ തന്നെ ബാലൻസിങ് ലോഡ് ഒക്കെ ഇതിൽ വരുന്നതാണ്. അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കവറി മെയിനായിട്ട് ഫോക്കസ് ചെയ്താൽ മതി. റിക്കവറി മെയിനായിട്ട് ഫോക്കസ് ചെയ്യാം, അതായത് ആക്സസ് ഉള്ള ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. ടെക്നിക്സിൽ റിഡൻഡൻസി, ഡിസാസ്റ്റർ റിക്കവറി പ്ലാൻ, ലോഡിംഗ് ബാലൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള സെക്യൂരിറ്റി ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ. ആദ്യത്തെ എന്ന് പറയുന്നത് ഒത്തൻറ്റിക്കേഷൻ. ഒത്തൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആരാണ് നോക്കാൻ വേണ്ടി. ഓത്തറൈസേഷൻ എന്ന് പറഞ്ഞാൽ ആർക്ക് ചെയ്യാൻ പറ്റും. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റേനെ അൺറീഡബിൾ ഫോമാറ്റിക്ക് മാറ്റാം. സ്ക്രാംപ്ലിംഗ് ഡേറ്റ. ഫയർ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റിംഗ് ഫ്രം, അതായത് ഒരു ഫയർ വാൾ പോലെ നമുക്ക് ഇപ്പുറത്തേക്ക് കടത്താൻ പറ്റില്ല, ഇങ്ങനെ പറ്റാണ്ടിരിക്കുക, ഇപ്പുറത്തായിരിക്കും നമ്മുടെ ഡേറ്റ ഇരിക്കണം. അതിനെയാണ് ഫയർ വാൾ പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു വെർച്വലാണ്, ലൈക്ക് അതായത് ഒരു ഇമാജിനറി സാധനമാണ്. ഞാൻ ഇങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവാൻ പറഞ്ഞു. ഇൻസ്ട്രക്ഷൻ ഡിറ്റക്ഷൻ, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം, അതായത് സസ്പീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്താണ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. സെക്യൂർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്. അറ്റാക്സും ഓൾഡ് ആയിട്ടുള്ള നമ്മുടെ പഴയ വൾണറബിലിറ്റീസിൽ നിന്ന് നമുക്ക് അറ്റാക്സിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നത്. ഓക്കെ ആണോ? So the rest of the things will be discussed in the next video. Okay.